ഇന്ന് കോഴിക്കോട് ബീച്ച് സ്പെഷ്യലായിട്ടുള്ള കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 3/4 കിലോ കൂന്തൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 സവാള, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കൂന്തലിൻ്റെ ചിറകും മറ്റുള്ള ഭാഗങ്ങളും കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി 1/2 കപ്പ് ചിരിവ തേങ്ങയിലേക്ക് 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 4-5 ചെറിയുള്ളി ചേർത്തിട്ടും ചതച്ചെടുക്കാം. ഇപ്പം മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയാൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കൂന്തലിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ 3/4 ഭാഗം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൂന്തലിൻ്റെ തലഭാഗം മുകളിൽ വെച്ചിട്ട് ഒരു ടൂത്ത്പിക്കോ ഈർക്കളോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുത്തിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് കൂന്തൽ വെച്ച് കൊടുത്തതിന് ശേഷം 1-2 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 വിസിൽ വേവിച്ചാൽ മതി. പിന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് കുക്കറിൽ ഉണ്ടാകുന്ന കൂന്തലിൻ്റെ ആ ഗ്രേവിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വറ്റിച്ചതിന് ശേഷം കൂന്തൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില, കറിവേപ്പില, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയാൽ കട്ടൻ ചായയുടെ കൂടെ പൊള്ളി ടേസ്റ്റുള്ളൊരു അടിപൊളി ഐറ്റമാണ്.